ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി DIY വീഡിയോ ആണ്. അതായത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഒരു ജ്വല്ലറിയുടെ പൗച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാൻ 3 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു പൗച്ചാണ്. ഇത് മിലു കുട്ടിയായിരുന്നു അപ്പം ഗോൾഡ് കൊണ്ടുവന്നിട്ടില്ല. ആരോ ഗോൾഡ് കൊണ്ടുവന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ്. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ചില്ല, ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ അത്രയും 3 വർഷമായിട്ട് എൻ്റെ അടുത്തുള്ളതാണ് ഈ ഒരു സംഭവം. ഇത് വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചത് ക്രാഫ്റ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയതാണ് ഇത് വെച്ചിട്ടൊരു DIY, അതായത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മേലുള്ള പണി എങ്ങനെ നോക്കാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്കിന്ന് ഇതുമ്മ പണിയാലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പൗച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു കെട്ടൊക്കെ വരുന്ന ഒരു ഭാഗം, ആ ഓപ്പൺ വരുന്ന ഭാഗം, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഒരു വശങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനൊരൊറ്റ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ ഈ ഒരു കുറുകെ ഞാനിങ്ങനെ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു അടിഭാഗത്ത് സ്റ്റിച്ചിങ് അവിടെ ഇങ്ങനെ സ്റ്റിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറിച്ച് ഇളക്കി കളയാനൊക്കെ ഞാൻ നോക്കി. അപ്പോൾ അത് ഇളകി പോരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗം എന്തായാലും കട്ട് ചെയ്ത് കളയാം, കാരണം അത്രയും തിന്നായിട്ടുള്ള തുണിയല്ലേ, ചിലപ്പോൾ അത് കീറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈനിങ്ങും ഒത്തിരി കോട്ടിങ്ങൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഡിസൈൻ വരുന്ന ഈ ഒരു നല്ല ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതായത് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്, മറ്റേത് നമ്മൾ മാറ്റിയിട്ടോ, ആ ഒരു ലൈനിങ് പോലെ വരുന്ന ഭാഗം. എന്നിട്ട് ഇതിൽ നമ്മൾ ഇങ്ങനെ നീളത്തിലൊരു ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് ലെവലാവാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കിയിട്ട് ആ ഒരു അധികം വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വലിയ പീസ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് ഞാൻ നോക്കുമ്പോൾ അതിലിങ്ങനെ ബാക്കി ഭാഗമൊക്കെ പ്രിൻറ്റ് വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു പീസാണ് കേട്ടോ. കാരണം പ്രിൻ്റ് ഇല്ലാതെ നമ്മളൊരു ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു നീളമുള്ള പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിലേക്ക് ഞാൻ ഇതേപോലെ സൂചിയും നൂലും അതിൻ്റെ ഒരറ്റത്തായിട്ട് നമ്മൾ ഇതേപോലെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ അവസാനം വരെ ജസ്റ്റ് ഇങ്ങനെ സൂചി നൂല് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഒരെണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുത്ത പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും താഴത്തെ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സൂചി നൂല് ഇങ്ങനെ കുത്തി ഇറക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എവിടെയാണ് കുത്തി ഇറക്കുന്നത്, സൂചി നൂലും കുത്തുന്നതെന്നൊക്കെ ഞാൻ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുന്നി കൊടുക്കണ്ട കേട്ടോ, സൂചി നൂലും ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ രണ്ടും ഇങ്ങനെ കൂട്ടിക്കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തുന്നിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു പൂവിനെ പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പൂവ് പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തുണി ഒരെണ്ണം വീതിയുള്ളതും ഒരെണ്ണം വീതി കുറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും 2 സൈസിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു വലിയ പീസിന് നമ്മൾ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും ഒരേ സൈസിലാക്കി എടുക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരേ ഇതിൽ വരുമ്പോൾ സൈസ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിത് ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിന് കുറച്ചും കൂടുതൽ ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്തൊരു വൈറ്റ് കളർ പേളിന് മുത്തുണ്ടായിരുന്നു. ആ ഒരു മുത്തും കൂടെ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നടുവിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ തുന്നി വെച്ചതുകൊണ്ട് ആ ഒരു തുന്നുന്ന സംഭവം, ആ ഒരു നൂലും കാര്യങ്ങളൊന്നും പുറത്ത് കാണും. പിന്നെ നിങ്ങൾ തുന്നാൻ വേണ്ടിയിട്ട് നൂലെടുക്കുന്ന ടൈമിൽ ആ ഒരു കളർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ കളർ ഏതാണോ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എൻ്റെ അടുത്തൊരു പഴയ ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ ഉപയോഗിച്ചിട്ട് നാശമായതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരിക്ക് വശങ്ങളൊക്കെ നൂലൊക്കെ ഇങ്ങനെ വിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നൂല് ഇളകിയാൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നിപ്പോവല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു അറ്റ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉരുകി അങ്ങ് പോയിക്കോളും. അതുകൊണ്ട് തന്നെ നമ്മളിത് ആ ഒരു നൂലും കാര്യങ്ങളൊന്നും ഇളകി വരുന്നിട്ട് അതിങ്ങനെ കേടായി പോകില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് വലിയവർക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മൾ വലിയവർക്കോ ഉപയോഗിക്കാമല്ലോ ഇങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയത് ആ ഒരു വെറുതെ കളയാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു പൗച്ചിൽ നിന്നാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ ബൈ.